നാം ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചില വഴിപാടുകൾ നമ്മുടെ മേന്മയ്ക്ക് വേണ്ടി നടത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ നോട്ടീസ് ബോർഡിൽ കാണുന്ന വഴിപാടുകൾ എന്തൊക്കെയാണ്, അവ ഏതൊക്കെ കാര്യത്തിനാണ് നടത്തുന്നത് എന്ന് സാധാരണ ഭക്തർക്ക് പലപ്പോഴും വ്യക്തമാകാറില്ല. അപ്പോൾ തന്നെ തങ്ങളുടെ വിഷയമേത്, തങ്ങൾ ഏത് വഴിപാട് കഴിക്കണം എന്ന് പലർക്കും അറിയാതെ പോകുന്നു. അത്തരക്കാർക്ക് വേണ്ടി ഒരു അറിവ് എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഇതിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ഒപ്പം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ശനിദോഷത്തെ നിവാരണം ചെയ്യുന്ന ദേവന്മാരിൽ പ്രധാനപ്പെട്ടവരാണ് അയ്യപ്പനും ഹനുമാനും. ഇതിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീ അയ്യപ്പസ്വാമിയെയാണ്. അയ്യപ്പസ്വാമിയെ മനമുരുകി പ്രാർത്ഥിച്ച് ഭജിച്ചാൽ നമ്മിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഒരേ മൂർത്തിയുടെ തന്നെ വ്യത്യസ്ത ചൈതന്യങ്ങളാണ് അയ്യപ്പനും ശാസ്താവും. അതുകൊണ്ട് തന്നെ അയ്യപ്പ ക്ഷേത്രങ്ങളിലും ശാസ്താക്ഷേത്രങ്ങളിലും നടത്തുന്ന വഴിപാടുകളും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. ഒരേ മൂർത്തിയാണെങ്കിലും ശരി, ഓരോ ക്ഷേത്രത്തിനും ഓരോ തരത്തിലുള്ള ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന പല വഴിപാടുകളും ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ഉണ്ടായിരിക്കുകയില്ല. ചിലപ്പോൾ ഇതിലും കൂടുതൽ വഴിപാടുകൾ അവിടെ നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഈ വഴിപാട് അവിടെ നടത്തുമോ എന്ന് അവിടുത്തെ മേൽശാന്തിയോടോ ഭാരവാഹികളോടോ ചോദിച്ച് മനസ്സിലാക്കി നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ നടത്താവുന്നതാണ്. പിന്നെ ഞാനിവിടെ ചില വഴിപാടുകളെ ചിലപ്പോൾ പ്രതിപാദിച്ചിട്ടുണ്ടാവുകയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ അത് ചോദിച്ചാൽ മതിയാകും. ഞാനത് പരിശോധിക്കുന്നതിന് മുറയ്ക്ക് അതിന് മറുപടി നൽകുന്നതാണ്. മറ്റാർക്കെങ്കിലും അതിന് മറുപടി നൽകുവാൻ കഴിയുകയാണെങ്കിൽ അതും വളരെ ഉത്തമമാണ്. ചിലപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങളുടെ സേവനം കൂടി ഞാനിതിൽ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലെ വഴിപാട് ബോർഡിൽ നോക്കുമ്പോൾ കാണുന്നത് അർച്ചന, പുഷ്പാഞ്ജലി എന്നുള്ള പേരുകളൊക്കെ ആയിരിക്കും. അർച്ചന, പുഷ്പാഞ്ജലി ഇവയെക്കുറിച്ച് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ധ്യാനമന്ത്രമോ അല്ലെങ്കിൽ അഷ്ടോത്തരമോ സഹസ്രനാമമോ ജപിച്ചായിരിക്കും അർച്ചനയും പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക. അത് നമ്മിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ വളരെ ഉപയുക്തമായ കാര്യമാണ്. ഇനി അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്താണെന്ന് നോക്കാം. ഏതൊരു ദേവീദേവനും അഷ്ടോത്തര മന്ത്രങ്ങളുണ്ടായിരിക്കും. അതുപോലെ ഭഗവാൻ അയ്യപ്പസ്വാമിക്കും അഷ്ടോത്തരമുണ്ട്. ആ അഷ്ടോത്തര മന്ത്രങ്ങൾ കൊണ്ട് സ്വാമിയെ പൂജിക്കുന്നത് നമ്മിലെ ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതിനും ശനിദോഷം അകന്നു പോകുന്നതിനും സ്വാമിയുടെ പ്രീതി നമ്മുടെ മേൽ വർദ്ധിച്ചു വരുന്നതിനും ഇടയാക്കുന്നതാണ്. അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിഞ്ഞാൽ തൊട്ട് കീഴെ കാണുന്നത് മിക്കവാറും സഹസ്രനാമ പുഷ്പാഞ്ജലിയെക്കുറിച്ചായിരിക്കും. സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഭഗവാന്റെ സഹസ്രനാമങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ സഹസ്രനാമ പുഷ്പാഞ്ജലി നമ്മിൽ ഉണ്ടായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്നെന്നും നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷ്പാഞ്ജലിയാണ്. ഇത് കഴിപ്പിക്കുമ്പോൾ നമ്മിൽ ഈശ്വരീയ കടാക്ഷം എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഇനി നീരാജനം എന്താണെന്ന് നോക്കാം. നീരാജനം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിക്ക് നടത്തുന്ന ഏറ്റവും വിപുലവും വൈശിഷ്ട്യവുമായ ഒരു വഴിപാടാണ്. നാളികേര മുറിയിൽ എള്ളുകിഴി വച്ച് അതിൽ എള്ളെണ്ണ ഒഴിച്ച് ഭഗവാന് മുന്നിൽ തെളിക്കുന്നതാണ് നീരാജനം. ശനിദോഷങ്ങളുടെ കെടുതികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ഏറ്റവും ശക്തമായ വഴിപാടുകളിൽ ഒന്നാണ് നീരാജനം. മാസത്തിലെ എല്ലാ ശനിയാഴ്ചകളിലും നീരാജനം തെളിക്കുന്നത് ശനിദോഷമുള്ളവർക്ക് വളരെ ഉത്തമമായ കർമ്മമാണ്.
എല്ലാ ശനിയാഴ്ചകളിലും കഴിഞ്ഞില്ലെങ്കിൽ മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ചകളിലെങ്കിലും നീരാജനം കഴിപ്പിക്കുന്നത് ദശാപരമായിട്ട് ശനി ദോഷമുള്ളവർക്കും കണ്ടകശനി, ഏഴരാണ്ട് ശനി, ജന്മശനി എന്നൊക്കെ പറയുന്ന ശനി ദോഷങ്ങളുള്ളവർക്കും അല്ലാതെ തന്നെ അന്തർദശ അല്ലെങ്കിൽ അപഹാരമായിട്ട് ശനി ബാധിതമായവർക്കും നീരാജനം തെളിക്കാവുന്നതാണ്. ഇനി പാനക വഴിപാടിനെ കുറിച്ച് നോക്കാം. പാനകം എന്ന് പറയുന്ന വഴിപാട് ശാസ്താവിനും അയ്യപ്പനും നടത്തുന്ന ഒരു പ്രത്യേക ഔഷധക്കൂട്ടുകൊണ്ടുള്ള നിവേദ്യമാണ്. അതായത് നാരങ്ങ, ചുക്ക്, ഏലക്ക, ശർക്കര, തേന് മുതലായവയെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഔഷധ പാനീയമാണ് പാനകം. ഇത് ശനിദോഷം മൂലം നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വളരെ നല്ലൊരു ഔഷധമാണ്. ശനിദോഷം കൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് ഉത്തമമായൊരു പ്രതിവിധിയാണ് പാനകം കഴിപ്പിക്കുന്നതിലൂടെ ലഭ്യമാകുന്നത്. നീരാജനം തെളിക്കുകയും ഒപ്പം ശനിയാഴ്ചകളിൽ പാനകം കഴിപ്പിക്കുകയും ഉത്തമമായ ഒരു കർമ്മമാണ്. മാസത്തിൽ ഒരു വട്ടം ഒരു ശനിയാഴ്ചയിൽ പാനകം കഴിപ്പിച്ചാൽ മതിയാകും. അത് ആദ്യത്തെയോ മൂന്നാമത്തെയോ ശനിയാഴ്ചകളിൽ, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെയോ മൂന്നാമത്തെയോ ശനിയാഴ്ചകളിൽ പാനകം കഴിപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇനി എള്ള് പായസം എന്ന വഴിപാട് എന്താണെന്ന് നോക്കാം. എള്ള് പായസം എന്ന് പറയുന്ന വഴിപാട് ശാസ്താവിന് നിവേദിക്കുന്ന ഒരു പ്രത്യേക വഴിപാടാണ്. ഇത് ഭഗവത് പ്രീതി വർദ്ധിച്ചു വരുവാൻ ഉപയുക്തമായ ഒരു വഴിപാടാണ്. ശനിദോഷങ്ങളുടെ കാഠിന്യം അകറ്റുവാൻ വേണ്ടി നടത്തുന്നതാണിത്. ഭഗവത് പ്രീതിയിലൂടെ നമ്മിൽ ബാധിതമായ ശനിയെ നിവാരണം ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശം. ഇത് നീരാജനത്തോടൊപ്പം മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയോ അവസാന ശനിയാഴ്ചയോ നടത്തുന്നതാണ് ഉത്തമം. ഈ എള്ള് പായസം 2 തരത്തിൽ നടത്തി വരുന്നുണ്ട്. ഒന്ന്, ശർക്കര, എള്ള്, നെയ്യ് ഇവ ചേർത്ത് എള്ള് പായസം തയ്യാറാക്കുന്ന രീതിയാണ്. മറ്റത് ശർക്കര പായസത്തിൽ എള്ള് ചേർത്ത് തയ്യാറാക്കുന്ന രീതിയാണ്. ഓരോ ദേശത്തിനും അനുസരിച്ചാണ് എള്ള് പായസം എന്ന് പറയുന്നതിൽ മാറ്റമുണ്ടാകുന്നത്. ഇത് രണ്ടും തന്നെ ഫലപ്രാപ്തിയുള്ള നല്ല വഴിപാടാണ്. ഇനി അരവണയെക്കുറിച്ച് നോക്കാം. അരവണ എന്ന് പറയുന്ന നിവേദ്യം നമ്മുടെ ദേവീദേവന്മാർക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ ഏറെക്കാലം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നിവേദ്യമാണ്. വളരെ സ്വാദിഷ്ടമായ ഈ നിവേദ്യം ശബരിമലയിലെ പ്രധാന നിവേദ്യങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനും ശനിദോഷ നിവാരണത്തിനും ഏറെ ഉത്തമമാണ് അരവണ നിവേദ്യം അയ്യപ്പ ക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ നടത്തുന്നത്. നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ശാസ്താവിനെ നടത്തുന്ന ഏതൊരു വഴിപാടുകൾക്കും പ്രധാന ഉദ്ദേശം ശനിദോഷ നിവാരണമായിരിക്കും. അതിനോടൊപ്പം വേറെ ആഗ്രഹ സാഫല്യ ഉദ്ദേശസിദ്ധികളും അതിലുണ്ടായിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യം നൽകുന്ന ഒരു വഴിപാടാണ് അരവണ നിവേദ്യ സമർപ്പണം. ഇനി പഞ്ചാമൃത നിവേദ്യത്തെക്കുറിച്ച് നോക്കാം. ഭൂരിഭാഗം ദേവീദേവന്മാർക്കും പഞ്ചാമൃതം നടത്താറുണ്ട്. ഓരോരോ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയിട്ടാണ് പഞ്ചാമൃതം നടത്തുന്നത്. ശനിദോഷത്താൽ നമ്മുടെ ഉദരത്തിനുണ്ടാകുന്ന രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വഴിപാടാണ് പഞ്ചാമൃത നിവേദ്യം. മാത്രമല്ല, കുട്ടികളിൽ ഏകാഗ്രത വർദ്ധിക്കാനും പരീക്ഷാദികളിൽ മികച്ച വിജയം സിദ്ധിക്കുന്നതിനും, ശനി ബാധിച്ചിരിക്കുമ്പോൾ പല കുട്ടികൾക്കും പഠിക്കാൻ മടി, ചില ഉഴപ്പുകൾ അല്ലെങ്കിൽ അലസത എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായി വരും. ഇതൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് ശാസ്താവിന് പഞ്ചാമൃതം നേദിച്ച് അതിലൊരു പങ്ക് കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. മാസത്തിലെ 3-ാമത്തെയോ 4-ാമത്തെയോ ശനിയാഴ്ച ദിവസം പഞ്ചാമൃതം കഴിപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇനി ത്രിമധുരം എന്താണെന്ന് നോക്കാം. കുട്ടികളിൽ ശനി കൊണ്ടുള്ള ബാലാരിഷ്ടതകൾ ഉണ്ടായി വരുമ്പോൾ കഴിപ്പിക്കാവുന്ന പ്രധാന വഴിപാടാണ് ത്രിമധുരം. അവരുടെ ശനി കാലയളവിൽ ത്രിമധുരം കഴിപ്പിക്കുകയും അത് അവരുടെ മാസപ്പിറന്നാൾ ദിവസം നടത്തുന്നതായിരിക്കും ഉത്തമം. അങ്ങനെ ആ ബാലാരിഷ്ടതയുള്ള കാലയളവ് മുഴുക്കെ ഈ ത്രിമധുരം കഴിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി ഭഗവാന് നടത്താവുന്ന ഭസ്മാർച്ചനയെക്കുറിച്ചാണ്. ശനിദോഷ നിവാരണത്തിനാണ് ഭസ്മാർച്ചന നടത്തുന്നതെങ്കിലും പ്രധാന ഉദ്ദേശം
നമ്മൾ ആ വിചാര വസ്തുക്കൾ കൈകൊണ്ട് എടുക്കുകയോ അതിനെ മറികടന്നു പോവുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഭസ്മാർച്ചന നടത്തുന്നത്. ഭസ്മാർച്ചന നടത്തുമ്പോൾ മാസത്തിലെ 1ഉം 3ഉം ശനിയാഴ്ചകളിൽ നടത്തുക. തുടർച്ചയായി 21 വട്ടം ഇത് നടത്താൻ ശ്രദ്ധിക്കുക. ഇനി ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയുന്ന വഴിപാടിനെ കുറിച്ച് നോക്കാം. ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയുന്ന വഴിപാട് നാളികേരത്തിൻ്റെ അല്ലെങ്കിൽ തേങ്ങയുടെ പാല് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക നിവേദ്യമാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ നമ്മുടെ ദോഷങ്ങളെ ഇടിച്ചു പിഴിഞ്ഞ് നിർവീര്യമാക്കുന്ന ഒരു വഴിപാട് കൂടിയാണിത്. ഒരു വ്യക്തിക്ക് ജാതകാൽ ചില പോലീസ് കേസുകളിലൊക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട്, ചില തർക്കങ്ങളിലൊക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ശാസ്താവിന് ഇടിച്ചു പിഴിഞ്ഞ പായസം വഴിപാട് കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. ഇത് ഈ വ്യക്തിയുടെ മാസപ്പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമോ കഴിപ്പിക്കുന്നതാണ് നല്ലത്. ശനിദോഷമുള്ളവർക്കും ഈ ഇടിച്ചു പിഴിഞ്ഞ പായസം കഴിപ്പിക്കുക. കോടതിയിൽ കേസ് വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്ത് വിജയമുണ്ടായി വരുന്നതിനും ഇടിച്ചു പിഴിഞ്ഞ പായസം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ചന്ദനച്ചാർത്ത് എന്താണെന്ന് നോക്കാം. എല്ലാ ദേവീദേവന്മാർക്കും ചന്ദനച്ചാർത്ത് നടത്താറുണ്ട്. ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പന് ചന്ദനച്ചാർത്ത് നടത്തുന്നത് നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ശനിദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനാണ്. മാത്രമല്ല ബുദ്ധിവർദ്ധനവിനും നമ്മുടെ മനസ്സിൽ ശനി കയറിയിരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിയന്ത്രണം നടത്തുന്നത് അതൊക്കെ ഒഴിവാക്കാനും ചന്ദനച്ചാർത്ത് ഭഗവാന് നടത്തുന്നത് വളരെ ഉത്തമമാണ്. ധനമേന്മയ്ക്കും നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത പണം നമുക്ക് തിരികെ വരുന്നില്ല, അങ്ങനെ അത് കടമായി നിൽക്കുകയാണെങ്കിലും നമുക്ക് ഈ ചന്ദനച്ചാർത്ത് നടത്തുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. ഇത് മലയാള മാസത്തിലെ 1-ാം തീയതി തോറും നടത്തുന്നതാണ് നല്ലത്. കുറഞ്ഞ പക്ഷം 5 വട്ടമെങ്കിലും നടത്തുക. ഇനി ഇളനീരഭിഷേകം നോക്കാം. ഇളനീരഭിഷേകം ശാസ്താവിന് നടത്തുന്നത് ഈ ശനിബാധിതമായ വ്യക്തിക്ക് മനസ്സിൽ വല്ലാത്ത പേടിയും ആകുലതകളും ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടായി വരും. എപ്പോഴും ഒരു ടെൻഷനായിരിക്കും ഇവർക്ക്. അങ്ങനെ ശനി മനസ്സിൽ ബാധിതമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ഇളനീരഭിഷേകം വളരെ നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഇളനീര് അഭിഷേകം ചെയ്യുക. കുറഞ്ഞ പക്ഷം 9 മാസത്തിൽ 1 പ്രകാരമെങ്കിലും നടത്തിപ്പോകുന്നത് ഏറ്റവും ഉത്തമമാണ്. മാത്രമല്ല ഈ ഇളനീരഭിഷേകം കണ്ട് ഓം ഹ്രീം മഹാശാസ്ത്രേ നമഃ എന്ന് ജപിക്കുന്നതും ഇളനീരഭിഷേകം കഴിപ്പിച്ച തീർത്ഥം സേവിക്കുന്നതും ഉത്തമമാണ്. ഇനി നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. നീലശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് നമുക്ക് ശനിദോഷം നിൽക്കുമ്പോഴും ശനിദശയിൽ രാഹുകേതുക്കളുടെ അപഹാരമുണ്ടായി വരുമ്പോഴും നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. വിഷഭയം നീങ്ങുന്നതിനും വളരെ ഉത്തമമായ ഒരു വഴിപാടാണ് നീലശംഖുപുഷ്പം കൊണ്ടുള്ള അർച്ചന. ഇനി നീലശംഖുപുഷ്പമാല അല്ലെങ്കിൽ നീലശംഖുപുഷ്പഹാരം എന്തിനാണെന്ന് നോക്കാം. നീലശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ കൊണ്ട് മാല കെട്ടിച്ചാർത്തുന്നതാണ് ഈ വഴിപാട്. സ്വന്തം കൈ കൊണ്ട് ഇത് കെട്ടിച്ചാർത്തുന്നതാണ് ഉത്തമം. നിരന്തര അപകടങ്ങളുള്ളവർക്കും ശനി മൂലം വല്ലാതെ പൊറുതിമുട്ടി നിൽക്കുന്നവർക്കും വളരെ ഉപയുക്തമായ കാര്യമാണ്. അവരുടെ മാസപ്പിറന്നാൾ തോറുമോ മാസത്തിലെ അവസാന ശനിയാഴ്ച തോറുമോ ഈ നീലശംഖുപുഷ്പ മാല ചാർത്തി തൊഴുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. നീലപ്പട്ട് സമർപ്പണം. നീലപ്പട്ട് സമർപ്പണം നമ്മുടെ പിറന്നാൾ ദിവസം ശാസ്താവിന് ചെയ്യുന്നത് നമ്മിലുണ്ടാകുന്ന കലിദോഷങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. ശനി ബാധിതമായിട്ട് വല്ലാണ്ട് കോപാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുടെ കോപം ശമിപ്പിക്കാൻ ഉത്തമമായ വഴിപാടാണ് നീലപ്പട്ട് സമർപ്പണം. ഇനി അടുത്ത് ശാസ്താവിൻ്റെ നിർമാല്യ ദർശനത്തെക്കുറിച്ച് പറയാം. ശാസ്താക്ഷേത്രത്തിൽ പോയി നിർമാല്യ ദർശനം തൊഴുന്നത് ശനി വല്ലാതെ ബാധിച്ചു നിൽക്കുന്നവർക്ക് വളരെ ആശ്വാസകരമാണ്. നിർമാല്യ ദർശന സമയത്തുണ്ടാകുന്ന പോസിറ്റീവ് തരംഗങ്ങൾ ഈ ആളുടെ ശരീരത്തിലുണ്ടാകുന്ന ശനിയുടെ ദോഷങ്ങളെ വലിയൊരു അളവോളം കെടുത്തിക്കളയും. അതുകൊണ്ട് തന്നെ ശനി ബാധിതമായിട്ട് കഷ്ടപ്പെടുന്നവർ നിർമാല്യ ദർശനം നടത്താൻ മറക്കരുത്. എല്ലാ ദിവസവും കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും
അയ്യപ്പ സന്നിധിയിൽ പോയിട്ട് ആ നിർമ്മാല്യ ദർശനം കണ്ടു തൊഴുന്നത് വളരെ ഉത്തമമായ കാര്യമാണ്. ഈ നിർമ്മാല്യ ദർശനം കണ്ടു തൊഴുമ്പോൾ കുറച്ച് ഭസ്മം കൂടി നടക്കി വയ്ക്കാമെങ്കിൽ അത്രയും നല്ലതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഇനി നെയ്വിളക്കിനെ കുറിച്ച് പറയാം. ശാസ്താവിന് ശനിയാഴ്ചകളിൽ നെയ്വിളക്ക് തെളിക്കുന്നത് കുടുംബത്തിനകത്തുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾക്ക് വളരെ നല്ലതാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വർദ്ധിച്ചു വരുന്നതിന് അയ്യപ്പൻ്റെ സന്നിധിയിൽ നെയ്വിളക്ക് തെളിക്കുന്നത് നല്ലതാണ്. 21, 41, 108 എന്നിങ്ങനെ നെയ്വിളക്കുകൾ നമുക്ക് തെളിക്കാം. ഈ 21 എന്ന് പറഞ്ഞാൽ 21 ദിവസം എന്നുള്ള കണക്കിൽ ആണ് വരുന്നത്. ഒരു ദിവസം 21 എന്നല്ല, അത് മനസ്സിലാക്കുക. ഇനി ശാസ്താവിന് പാലഭിഷേകം നടത്തുന്നതിനെ കുറിച്ച് പറയാം. നമ്മുടെ ജോലിയിൽ വല്ലാണ്ട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുക, ജോലിയിൽ സ്ഥിരത ലഭിക്കാതെ പോവുക, ജോലിയിൽ ഒരു മുന്നോക്കവും നമുക്ക് പോകാൻ കഴിയാതെ വരിക, വല്ലാതെ വീർപ്പുമുട്ടലുകൾ അനുഭവപ്പെടുക, അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഭഗവാന് പാലഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ്. അത് മാസത്തിലെ ആദ്യത്തെ അവസാനത്തെ ശനിയാഴ്ച ഓറും ഒരു 8 മാസമെങ്കിലും ഇത് നടത്തുന്നത് ഏറെ ഉത്തമമാണ്. ഇനി നെയ്യഭിഷേകത്തെക്കുറിച്ച് പറയാം. അയ്യപ്പൻ്റെ വഴിപാടുകളിൽ ഏറ്റവും പവിത്രകരമായിട്ടുള്ള ഒരു വഴിപാടാണ് നെയ്യഭിഷേകം. ജന്മപാപങ്ങളെ മുഴുക്കെ തീർക്കുന്ന ഒരു വഴിപാട് കൂടിയാണ്. ശബരിമല ശ്രീ സന്നിധിയിൽ നമ്മൾ നെയ്യഭിഷേകം നടത്തുന്നത് നമ്മുടെ കഠിനതരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും തീർക്കുന്നതാണ്. നമുക്ക് അവിടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലും നെയ്യഭിഷേകം നടത്താം. അത് വളരെ ഉത്തമമായ കർമ്മമാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ്. ഇനി അയ്യപ്പസ്വാമിക്ക് നടത്തുന്ന വെള്ള നിവേദ്യം എന്തിനാണെന്ന് നോക്കാം. വെള്ള നിവേദ്യം അഥവാ വെള്ളച്ചോറ് നടത്തുന്നത് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആപത്തുകളെ തടയിടുവാൻ വേണ്ടിയിട്ടാണ്. ഇനി വെടിവഴിപാടിനെ കുറിച്ച് പറയാം. വെടിവഴിപാട് അഥവാ പടഹ വഴിപാട് നടത്തുന്നത് ശത്രുദോഷത്തിന് വളരെ നല്ലൊരു പ്രതിവിധിയാണ്. നമുക്കെതിരെ ഏതെങ്കിലും ശത്രുക്കൾ നിരന്തരമായി ചില മാന്ത്രിക പ്രയോഗങ്ങളോ മറ്റോ നടത്തുന്നു എന്ന സംശയമുണ്ടാകുമ്പോൾ വെടിവഴിപാട് ശാസ്താവിന് നടത്തുന്നത് ഏറെ ഉത്തമമായ കാര്യമാണ്. അയ്യപ്പസ്വാമിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഉണ്ണിയപ്പ വഴിപാട്. ഗണപതിക്ക് പോലെ അയ്യപ്പനും ഉണ്ണിയപ്പ വഴിപാട് നടത്താം. ദാമ്പത്യ ഭദ്രതയ്ക്കും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഉണ്ണിയപ്പ വഴിപാട് നടത്താം. സന്താനമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് മണി സമർപ്പണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭഗവാന് ചാർത്താനുള്ള മണി, വെള്ളിമണി, സ്വർണ്ണമണി ഇവയൊക്കെ വളരെ ഉത്തമമായ കാര്യമാണ്. ഇനി ഭഗവാന് ചെയ്യാവുന്ന മറ്റൊരു അഭിഷേകമാണ് പഞ്ചാമൃത അഭിഷേകം. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ മാറി വരാനും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിഴലിക്കാനും വളരെ നല്ല വഴിപാടാണ് ഈ പഞ്ചാമൃത അഭിഷേകം. ഇനി ഹരിഹര സൂക്താർച്ചന എന്തിനാണെന്ന് നോക്കാം. ഹരിഹര സൂക്താർച്ചന എന്ന് പറയുന്ന അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നമ്മിൽ ഉണ്ടാകുന്ന കഠിനതരമായ ശനിദോഷങ്ങൾക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കണ്ടകശനി, ഏഴാണ്ട് ശനി ഇവയ്ക്ക് വളരെ നല്ല കാര്യമാണ് ഹരിഹര സൂക്താർച്ചന. ഇത് മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തുക. പിന്നെ ഹരിഹര സൂക്തം കൊണ്ട് ഇളനീർ ജപിച്ച് കുടിക്കുന്നത് നമ്മിലെ നെഗറ്റീവായിട്ട് ഉള്ള ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. പലപ്പോഴും ശത്രുദോഷമായിട്ടോ ആൾക്കാരുടെ കണ്ണേർ, നാവേർ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടോ നമുക്ക് വല്ലാതെ തിരിച്ചടികൾ നേരിടുമ്പോൾ ഹരിഹര സൂക്തം കൊണ്ട് ഇളനീർ ജപിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസം ജപിച്ച് ശനിയാഴ്ച തന്നെ ഇത് കുടിക്കണം. ഇനി ശാസ്ത്രയന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രത്തെക്കുറിച്ച് പറയാം. ശാസ്താവിൻ്റെ ചൈതന്യം ആവാഹിച്ച യന്ത്രമാണ് ശാസ്ത്രയന്ത്രം. നമ്മളെ കഠിനതരമായിട്ടുള്ള ശനികളെ മാറ്റുന്ന ഒരു ചൈതന്യമാണത്. ശനിദോഷമുള്ളവർക്ക് ധരിക്കാവുന്ന നല്ലൊരു ഏലസാണ് ശാസ്ത്രയന്ത്രം. മാത്രമല്ല സ്ഥാപനങ്ങളിലും ശാസ്ത്രയന്ത്രം തയ്യാറാക്കി അതിനു മുന്നിൽ വിളക്ക് തെളിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി രേവന്ത ശാസ്ത്രപൂജ. ഈ രേവന്ത ശാസ്ത്രപൂജ വീടുകളിലാണ് പൊതുവെ നടത്തുന്നത്. രേവന്ത ശാസ്താവിൻ്റെ പത്മമിട്ട് അതിനു മുന്നിലാണ് ഈ പൂജ നടത്തുന്നത്. നമ്മിലെ കഠിനമായ ശത്രുദോഷങ്ങളും ചില ദുഷ്ടമൂർത്തികൾ വീട്ടിനുള്ളിൽ വിഹരിക്കുന്നതും തടയിടുവാനാണ്
പ്രധാനമായും രേവന്ത ശാസ്ത്രപൂജ നടത്തുന്നത്. രേവന്ത ശാസ്ത്രപൂജ, രേവന്ത ശാസ്ത്ര ഹവനം ഇവയുണ്ട്. ഇതിൻ്റെ രേവന്ത ശാസ്ത്ര ഹവനം നടത്തിയിട്ടുള്ള ഭസ്മം ധരിച്ചു കഴിഞ്ഞാൽ ദുഷ്ടതകളാർന്ന എല്ലാ മൂർത്തികളും അത് ധരിക്കുന്ന ആളിൽ നിന്ന് ഏഴേൽ ഭാഗത്തെത്തില്ല, അത്രത്തോളം ചൈതന്യമാണ് എന്നാണ് വിശ്വാസം. മഹാശാസ്ത്ര പൂജയും ഹോമവും ശനിദോഷത്തിനായിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോമപൂജകളിൽ ഒന്നാണ് മഹാശാസ്ത്ര ഹോമവും പൂജയും. ഇത് പലപ്പോഴും വീടുകളിലാണ് പത്മമിട്ട് ചെയ്യാറുള്ളത്. അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മഹാശാസ്ത്ര ഹോമം നടത്താറുണ്ട്. ബഹുഭൂരിപക്ഷം വീടുകളിൽ നടത്തപ്പെടുന്ന പൂജാ സമ്പ്രദായമാണ്. വീട്ടിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് ശനി ദോഷമുണ്ടെങ്കിൽ ഇത് നടത്തുന്നത് വളരെ ഉത്തമമാണ്. കാര്യം ഒന്നിലധികം പേർക്ക് ശനിദോഷം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി, അതുപോലെ മാനസിക അസ്വാരസ്യങ്ങൾ ഇവയൊക്കെ വർദ്ധിച്ചു വരും. അപ്പോൾ ഈ ശനിദോഷകാരകമായ ഈ മഹാശാസ്ത്ര പൂജ നടത്തുക അല്ലെങ്കിൽ മഹാശാസ്ത്ര ഹോമം നടത്തുക ഇവ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. മഹാശാസ്ത്ര ഹോമം കഴിപ്പിച്ച് രേവന്ത ശാസ്ത്ര മന്ത്രത്താൽ നീലശംഖുപുഷ്പം നെയ്മുക്കി ഹോമിക്കുന്നത് എത്ര വലിയ കഠിനതരമായിട്ടുള്ള ശനിബാധയെ ഇല്ലാതാക്കുന്നതാണ്. വളരെ നല്ലൊരു ഹോമ പദ്ധതിയാണ് മഹാശാസ്ത്ര ഹവനം. അപ്പോൾ ശാസ്ത്രക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നതും ശാസ്താവിന് വേണ്ടി ചെയ്യാവുന്നതുമായ കുറച്ച് വഴിപാടുകളെയും പൂജാപദ്ധതികളെയും കുറിച്ചാണ് ഞാനിവിടെ വിവരിച്ചത്. ഇതിൽ ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളത് തന്നെയായിരിക്കാം, അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഇനി ചിലപ്പോൾ മറ്റേതെങ്കിലും വഴിപാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് അതിന് സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ മറുപടി നൽകാം. അല്ലാതെ വളരെ വിജ്ഞാനമുള്ള ഒട്ടേറെ പേർ ഹിന്ദു വിഷൻ ചാനലിൻ്റെ പ്രേക്ഷകരായുണ്ട്, അവരും അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഹരിചന്ദന മഠത്തിൻ്റെ വിവിധ തരം പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇതിന് കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ അത് സന്ദർശിച്ച് ആ ലിങ്കുകളിലൂടെ പോയി ആ പ്ലാറ്റ്ഫോമുകൾ കൂടി പ്രയോജനപ്പെടുത്തുക. പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പർ നൽകിയിരിക്കുന്നത്. ഒരിക്കലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനൊരു മറുപടി നൽകുവാനോ കഴിഞ്ഞു എന്ന് വരില്ല. നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അഡ്മിൻ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം അയച്ചു തരും. അതിൻ പ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJ IR.